ശാരീരിക പരിമിതികൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ ഇത്തവണയും ഓണവിപണിയിൽ സാന്നിധ്യമറിയിച്ച് സരോജ. പരമ്പരാഗത രീതിയിൽ മുളയിൽ നിർമ്മിച്ചെടുക്കുന്ന കുട്ടകളുടെയും വട്ടികളുടെയും വിൽപ്പനയ്ക്കായാണ് തമിഴ്നാട് സ്വദേശിനിയായ ഈ 60-കാരി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി സരോജ കുട്ടകളുടെയും വട്ടികളുടെയും വിൽപ്പനയുമായി ഇവിടെ ഉണ്ടാകാറുണ്ട്. 150 രൂപ മുതൽ ചെറിയ കുട്ടകൾക്ക് വില ആരംഭിക്കും. ഒപ്പം വലുപ്പത്തിലും രൂപഭംഗിയിലും വൈവിധ്യങ്ങളുമായി നിർമ്മിച്ച കുട്ടകൾക്ക് 250 മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. ഇത് മുളയില സെഞ്ച സാധനം. ഒരു സാധനം 200, 300, 500 ரூபா 1000 ரூபா வரைக்கும் பின்னி கொடுக்கும். ஆனால் இப்போ வலுதெல்லாம் வாங்கலை. முளைக்கு கிடைக்கல, முளை விட கிடைக்கல. தமிழ்நாடு போனால் தான் கிடைக்கிது. അവിടെ നിന്ന് വാങ്ങിട്ട് വന്നാൽ 12,000 രാരി വാടക കൊടുക്കണം. സ്വന്തമായി വീടോ കുടുംബമോ ഇല്ലാത്തതിനാൽ വിൽപ്പന നടത്തുന്ന ഇടങ്ങളിലാണ് അന്തിയുറങ്ങുന്നത്. കാഴ്ചക്കുറവ് പരിഹരിക്കാൻ നടത്തിയ ചികിത്സയിലെ പിഴവ് മൂലം ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതും മക്കളുടെ പെട്ടെന്നുണ്ടായ മരണവും സരോജയെ എപ്പോഴും കണ്ണീരിലാഴ്ത്തും. ഇവിടെ വന്ന് താമസം 25 കൊല്ലം വരെ ഇപ്പോൾ 2 കണ്ണും കാണുന്നതല്ലോ. ഈ 2 കണ്ണും കാണാതെ ഇത് തൂക്കി തലയിൽ ഏറ്റിക്കിട്ട് പോക முடியல. எனக்கு பள்ளம் மேடு பள்ளம் தெரிய மாட்டேங்குது. 2 கண்ணும் தெரியாது. இதில் குறைச்சி பார்வை உண்டு. அதான் கண்ணு வெடிச்சு போகும் சொல்லிட்டான் டாக்டர். நான் என்ன செய்ய? 3 மக்களை பெற்றேன். 3 மக்களும் சோறு போடல, தள்ளிடுச்சு. என்னோட சின்ன மகன் செத்து 1 കൊല്ലം ആയി. തമിഴ്നാട്ടിൽ നിന്നും വരുത്തിച്ച മുളകൾ കൊണ്ടാണ് വട്ടികളും കുട്ടകളും നിർമ്മിക്കുന്നത്. ദിവസം 4-5 എണ്ണം ഉണ്ടാക്കും. കാഴ്ചശക്തി കുറവായതിനാൽ മുള ചീന്തിയെടുക്കാൻ ഏറെ സമയം വേണ്ടിവരുന്നു. ഫോട്ടോഷൂട്ടിനും മറ്റുമായി പലരും ഇവ തേടിയെത്താറുണ്ടെങ്കിലും കഠിനാധ്വാനത്തിന്റെ വില അറിയാതെ കടുത്ത വിലപേശൽ നടത്തുമ്പോൾ സരോജയുടെ മനസ്സ് തളരും. ഇനിയുള്ള കാലം ക്ഷേത്ര പരിസരങ്ങളിൽ തന്നെ അഭയം തേടി ജീവിച്ചു തീർക്കാനാണ് സരോജയുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ.